ഹായ്, അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ശങ്കറിൻ്റെ ഇന്ത്യൻ 2 ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നോയ്സൊക്കെ കാണും, കാരണം പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ സൗണ്ടൊക്കെ കാണും. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് കമൽഹാസൻ, അതുപോലെ സിദ്ധാർത്ഥ്, സമുദ്രകനി, പിന്നെ ബോബി സിംഹ, എസ് ജെ സൂര്യ, അങ്ങനെ വലിയൊരു താരനിരയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ കഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ പാർട്ട് കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാകാമുള്ളത് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ സിനിമയുടെ കഥയ്ക്കുള്ളിലുള്ളൂ. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാത്തൊരു സിനിമ തന്നെയാണ് ഇന്ത്യൻ 2 എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് 2 കാരണങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറോടുള്ളൊരു വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും ഒരു മിനിമം ഗ്യാരണ്ടി കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്രത്തോളം വലിയൊരു സ്കെയിലിലേക്ക് ആയിരിക്കും ഇറങ്ങുക. നമുക്കറിയാം അത്രത്തോളം പ്രേക്ഷകർ കയ്യിലെടുക്കുന്ന ഡയറക്ടറാണ്. ആ ഒരു പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കൾട്ട് ക്ലാസ് ഫിലിം, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലയിലും അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ 2 എത്തിയപ്പോഴത്തേക്കും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ളൊരു കഥ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. പിന്നെ അതിനെയൊക്കെ തന്നെ അത്യാവശ്യം ഓവർകം ചെയ്തു പോകുന്നത് കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പ്രകടനം, ചില ടെക്നിക്കൽ സപ്പോർട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ചായിരുന്നു. ഇപ്പോൾ പ്രകടനത്തിൻ്റെ കാര്യം തന്നെയാണ് ആദ്യം പറയേണ്ടത് കമൽഹാസൻ. നിങ്ങൾക്കറിയാം, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു റോൾ തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഡെഡിക്കേഷനൊക്കെ കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് അങ്ങേയറ്റം വലിയ സ്പേസ് ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. ശരിക്കും സ്ക്രീനിൽ മൊത്തത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു 20 മിനിറ്റിലൊക്കെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അദ്ദേഹം വന്നും പോയൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫീല് മാത്രമേ തരുന്നുള്ളൂ. ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ രംഗം ത്രൂ ഔട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ആട്ടോ. കാരണം ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു. കാരണം ഈ ഒരു സിനിമയിൽ കൂടുതൽ ഡെപ്ത് ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നീറ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ഇമോഷണൽ പോർഷൻസ് എന്നൊക്കെ ഉള്ളത് ഗംഭീരമാക്കി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൂടാതെ സമുദ്രക്കനിയുടെ കാര്യമൊക്കെ പറയണം. കൂടാതെ സമുദ്രക്കനിയുടെ വൈഫായിട്ട് ആക്ട്രസിൻ്റെ കാര്യമൊക്കെ പറയണം. ഇവരുടെ പ്രകടനമൊക്കെ തന്നെ ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ എസ് ജെ സൂര്യ ഉണ്ട്, അങ്ങനെ കുറേ താരങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സിനിമയ്ക്കുള്ളിലില്ല, അല്ലെങ്കിൽ കഥ വലിയധികമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കഥാപാത്രം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ആ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഒരുപാട് മാരക സംഭവങ്ങളൊന്നും തന്നെ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഒരു ശങ്കർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മേക്കിംഗ്, അതിൻ്റെ ക്യാൻവാസ് എന്നൊക്കെ ഉള്ളത് അങ്ങേയറ്റം ബ്രഹ്മാണ്ഡമായിരിക്കും. ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഫീലൊന്നും കിട്ടിയില്ല എങ്കിലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി വർക്ക്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് വർക്ക്, ആക്ഷൻ കൊറിയോഗ്രഫിക്ക് പറ്റി ഒന്ന് എടുത്തു പറയണം കേട്ടോ. അതായത് സിനിമയുടെ ഒരു ജീവനെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവസാനത്തെ അരമണിക്കൂർ രംഗമാണ്. അതായത് ഒരു ചടഞ്ഞിരുന്ന പ്രേക്ഷകനെ അത്യാവശ്യം ഒന്ന് എനർജറ്റിക് ആക്കി. ഇത് അവസാനത്തെ ആ ഒരു അരമണിക്കൂർ രംഗങ്ങളാണ്. ആ ഒരു ടൈമിലെ ഫൈറ്റ്, കാർ ചേസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രസമാക്കി തന്നെയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ ആ ഒരു സിറ്റുവേഷനെയൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോഴത്തേക്കും അവർ ആ ഗാനമൊക്കെ കേൾക്കാൻ വേണ്ടി തിയേറ്ററിൽ അത്യാവശ്യം ഓളായിരുന്നു. എങ്കിലും ഒരു ശങ്കർ സിനിമയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മ്യൂസിക് എന്നുള്ള ഒരു കാര്യത്തിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് കാണും, അല്ലെങ്കിൽ അത് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും പോകില്ല. ഇതിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, എ റഹ്മാൻ മാറി അനിരുദ്ധ് വന്നു. എന്തായാലും എ റഹ്മാനെ പോലെ എന്തായാലും വരികയില്ലെന്ന് നമുക്കറിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ട ഒരാൾക്കാണെങ്കിൽ അറിയാം, എ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഘടകം ആ ഒരു ചിത്രത്തിനെ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായകമായിട്ടുണ്ടെന്നറിയാം. എങ്കിലും അനിരുദ്ധ് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കേ ഈ സിനിമയുടെ പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കഥയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ തിരിച്ചു വരുന്നു, ശേഷം അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് വീണ്ടും പ്രവർത്തനം തുടങ്ങുകയാണ്. അതിൽ എന്താണ് സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റോറി. അല്ലെങ്കിൽ കുറച്ച് നേരം ഇന്നയാളെ പൂട്ടുന്നു കാണിക്കുന്നു, അതിനുശേഷം അടുത്തയാളെ പൂട്ടുന്നു കാണിക്കുന്നു. കുറേ സിറ്റുവേഷൻസ് ആണ് സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവെക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ട് 3 കൊടുത്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ അത്യാവശ്യം ഒരു വാർ മൂഡിലുള്ള ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. തേർഡ് പാർട്ട് എനിക്ക് തോന്നുന്നു ഒരു പീരിയോഡിക്കൽ ആക്ഷൻ ഡ്രാമ ആ ഒരു ടൈപ്പിലായിരിക്കും. ഓക്കെ, എന്തായാലും തേർഡ് പാർട്ട് ഗംഭീരമായിട്ട് വരട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആവറേജിന് അടുത്തുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഇന്ത്യൻ 2 തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 6 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-6 കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മളുടെ താത്ത ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അഴിമതിയൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ അവർ വല്ല കറപ്റ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അവരെന്തെങ്കിലും കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതിയും കൈക്കൂലിയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെളിവ് എടുത്ത് നിങ്ങൾ പോലീസിനെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പിടിപ്പിക്കണമെന്നൊക്കെ പറയും. ആ ഒരു സാധനം ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, അത് നിങ്ങൾ കണ്ടവർക്കാണെങ്കിൽ അറിയാം. പ്രേക്ഷകർക്ക് തന്നെയാണ് ഇവർ കഥ ഒരു കാര്യമായിട്ടെന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്. നമുക്ക് 2 രീതിയിലും ചിന്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഇനി ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെയുള്ള
എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തും. എന്തൊക്കെയോ സംഭവിച്ചാണ് സിനിമ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്കറിയാമല്ലോ, ഒരു ശങ്കർ സിനിമ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം എക്സ്പെക്റ്റേഷൻ വെക്കും. അതാണ് പ്രശ്നം എന്നുള്ളത്. ഒരു സാധാ സിനിമ എന്നുള്ള രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത സിനിമ കാണാം. അപ്പോൾ നമുക്ക് മറ്റു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.